നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളൊന്ന് കൈവച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുന്നവരിൽ ഏറ്റവും നല്ല ഭാഗ്യവാന്മാരാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാന്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുവിനും അല്ലാഹുവിന്റെ ഹബീബിനുമാണ് അറിയുന്നത്. മദീനയുടെ മണൽ പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇൽമ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇൽമ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇൽമിന്റെ മജ്ലിസുകളിൽ സംഗമിക്കുന്നവരാണ്. എന്തിനേറെ ഞാനിവിടെ വാദം പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, ഈ പരിസരത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ വന്നിരിക്കണേ എന്നൊരാഗ്രഹം ഞാൻ എന്റെ മനസ്സിൽ കരുതിയാലും അത് നടക്കൂല. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരിക്കുന്നവരെ പറ്റി എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിങ്ങളിൽ എന്തൊക്കെയോ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. മദീനത്തിന്റെ മണിമുത്തിനെ പറ്റി പറയുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്തുകളും സലാമുകളും ചെല്ലാൻ പറ്റുന്നത് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അല്ലാഹു ചില ആളുകൾക്ക് സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന. അല്ലാതെ ഇനിയിപ്പോ എല്ലാരും കേറിയിരിക്കുന്നു ഞാൻ പറഞ്ഞാലും ഏക്കൂല. റബ്ബ് തീരുമാനിക്കണം. അല്ലാഹു ഈ മജ്ലിസിൽ കടന്നിരിക്കുന്ന എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറൂസ് കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, 6, 7, 8, 9 ദിവസം വഅലിന്റെ മജ്ലിസുകളിൽ ഒരുപാട് ആലിമീങ്ങൾ, ഉസ്താദുമാര്, സയ്യിദന്മാര്, സാദാത്യങ്ങൾ കടന്നു വന്നപ്പോ അവരോടൊപ്പം ഒന്ന് കടന്നു വരാനും ആ മജ്ലിസിൽ ഇരിക്കാനും എനിക്ക് അവസരം കിട്ടിയെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതല്ലാതെ പടച്ചവനെ ഞാൻ ഉറൂസിനെ മാറ്റിയത് ചന്തയിൽ കറങ്ങാൻ വേണ്ടി മാത്രമാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് പറയുമ്പോ ചിലർക്ക് എന്നോട് വെറുപ്പുണ്ടായേക്കാം. പറയേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ പറയണം. നമ്മൾ വരുന്നത് ഇവിടെ കിടക്കുന്ന ശുഹദാക്കളെ ബഹുമാനിച്ചിട്ടാണെങ്കിൽ ഈ മജ്ലിസിൽ നമ്മൾ കടന്നിരിക്കും, അതുറപ്പാണ്. അല്ല വേറെ പല ഉദ്ദേശങ്ങളുമാണെങ്കിൽ നമ്മൾ ചുറ്റുഭാഗത്തുകൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളെന്തേ ബാക്കിലേക്ക് പോയത്? നിങ്ങളെന്തിനാണ് അങ്ങോട്ട് മാറി നിൽക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ഞാൻ ഇവിടെ പറയുമ്പോ അതിന് കേൾക്കാൻ നിങ്ങൾ ആവേശത്തോടെ വരണ്ടേ? നിങ്ങൾ പിന്നിലേക്ക് മാറുന്നത് എന്തിനാ? അതുകൊണ്ട് നിങ്ങൾ മുന്നിലേക്കൊന്ന് കടന്നിരിക്ക് എന്ന് പഠിപ്പിച്ചു മദീനയുടെ മണിമുത്തായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താ മണ്ഡലം അല്ലാഹു തആല തന്നിട്ടുണ്ട്. ചിന്തിക്കാത്തവർക്ക് നരകമുണ്ടെന്ന് ഖുർആൻ അല്ലേ? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കില്ല, മനസ്സിലാകില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ആദരവായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നമുക്ക് സലാത്ത് മതി. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുമ്പോ നക്ഷത്രതുല്യരായ സ്വഹാബാ കിറാമിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ മണൽ പരപ്പിന്റെ മണിമുത്തിനോട് ചേർന്നിരുന്നു കൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഞങ്ങൾ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുകയാണല്ലോ. നമ്മൾ മരിക്കുമല്ല നബിയേ, ബാപ്പ മരിക്കുമല്ല നബിയേ, ഉമ്മ മരിക്കുമല്ല നബിയേ, കൂടപ്പുറപ്പുകൾ മരിക്കുമല്ല നബിയേ, സ്വഹാബത്ത് മരിക്കുമല്ലോ റസൂലല്ലാഹ്. അങ്ങനെ എല്ലാവരും വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി വിട പറയാൻ എന്ത് ചെയ്യണം നബിയേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടന്ന് കഴിഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. നബി തങ്ങൾ വഫാത്തായിട്ട് 5ാമത്തെ ദിവസം മസ്ജിദുൻ നബവി ഇരിക്കുമ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖരായ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് പറയാ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ പ്രമുഖരായ സിദ്ദീഖ് തങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്ത് നമ്മൾ നടക്കുന്നവരാണല്ലോ, നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ, നമ്മൾ വർത്തമാനങ്ങൾ പറയുന്നവരാണല്ലോ. എന്തെല്ലാം കണ്ടാലും കേട്ടാലും നമ്മൾ പഠിക്കാറില്ലല്ലോ. എന്നാ ദുനിയാവിന്റെ പുറത്തുനിന്ന് പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വലമായ തീരത്തുകൂടെ നമുക്ക് കടന്നു പോകാ. ഞങ്ങൾ എന്ത് വേണമെന്ന് പറയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ 4 കാര്യങ്ങൾ മർമ്മപ്രധാനമായി നിങ്ങൾ കൊണ്ടുവന്നോ. അനുസരണയാ നിങ്ങൾക്ക് വേണ്ടുന്നത്, അനുസരണ ഉള്ളവരായിട്ട് മാറലാ വേണ്ടുന്നത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അനുസരണ എങ്ങനാ? ഉടൻ തന്നെ അവിടെ ഓതിക്കൊടുക്കുകയാണ്. അനുസരണ എങ്ങനാ? ഉടൻ തന്നെ ഓതിക്കൊടുത്തു. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കുകയാ. അനുസരണമുള്ളവന്റെ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? പടച്ചവന്റെ ഖുർആനിലൂടെ കടന്നു വന്ന കൽപ്പനകളുണ്ടല്ലോ, ആ കൽപ്പനകളെ ഏതൊരു മനുഷ്യന്റെ ഹൃദയാന്തരത്തില് അവൻ കൊണ്ടുവന്നുകൊണ്ട് കടന്നുകൂടുന്നു, അവനാണ് പവിത്രമായ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്നത്. വീണ്ടും സ്വഹാബത്ത് ചോദിച്ചു, അല്ല സിദ്ദീഖ് തങ്ങളെ, അതൊന്ന് തെളിച്ചു പറയുമോ? അതിൽ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പറയുമോ? ഒന്നാമത് പറഞ്ഞു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, വറത്തിലിൽ ഖുർആന തർത്തീലാ. പരിശുദ്ധമായ ഖുർആന പാരായണം ചെയ്യുന്ന വീടുകളാ. പണ്ടുള്ള കാലഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പടച്ചവനെ, അന്ന് രോഗങ്ങൾ കുറവായിരുന്നല്ലോ, അന്ന് വിഷമങ്ങൾ കുറവായിരുന്നല്ലോ, അന്ന് ക്യാൻസർ കുറവായിരുന്നല്ലോ, അന്ന് അപസ്മാരവും അറ്റാക്കും കുറവായിരുന്നല്ലോ. എന്തേ കാരണമെന്നറിയുമോ? പടച്ചവനെ, വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുന്ന വയസ്സായ ഉമ്മമാര് നബീസത്തുമാല പോതും മുഹയ്യിദ്ദീൻ മാല പോതും പടച്ചവന്റെ ഖുർആനോതും മഗ്രിബ് നിസ്കാരത്തിന് വളവെടുത്തിട്ട് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കയറിയാല് ഇശാഇന് ബാങ്ക് കൊടുക്കുന്നവരെ ഖുർആൻ ഓതാറുണ്ടായിരുന്നല്ലോ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, ഇന്ന് ഏത് വീടിന്റെ ഉള്ളിലാണ് അത്ര ഖുർആൻ ഓതുന്നത്, അതുപോലെ ഇരിക്കുന്നത്? ഏത് വീട്ടിന്റെ ഉള്ളിലാണ്? പണ്ടുള്ള ഉമ്മമാരും വാപ്പമാരൊക്കെ മഗ്രിബിന് പള്ളി വന്ന പിന്നെ ഇശാക്ക് വീട്ടിലേക്ക് പോകുള്ളൂ. മഗ്രിബിന് പള്ളി വന്ന പിന്നെ ഇശാക്ക് അതുവരെ അവർ ഖുർആൻ ഓതും. അതുകൊണ്ട് അവർക്ക് വലിയ രോഗങ്ങളും സങ്കടങ്ങളില്ല. സന്ധ്യ സമയമായി കഴിഞ്ഞാൽ ഉമ്മമാര് വീട്ടിൽ കയറിയാൽ അല്ലാ തീരോ പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബ. അവരിങ്ങനെ ഓതും.
എന്തൊക്കെ ഓതാൻ പറ്റുമോ, എന്തൊക്കെ പാടാൻ പറ്റുമോ അതൊക്കെ അവര് പാടല്ലേ. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും ബിണ്ടേ വെള്ളിനഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ കഷ്ടതാഗൃഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ. പണ്ടത്തെ ഉമ്മമാരൊക്കെ സന്ധ്യ സമയമായാൽ കഷ്ടത ഗൃഹപ്പഴ. എന്താ ഗ്രഹം എന്ന് പറഞ്ഞാൽ വീട്, വീട്ടിന്റെ സങ്കടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരൂഹതകൾ എന്തൊക്കെയുണ്ടോ ആ പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ പടച്ചവനെ നീയൊന്നു മാറ്റിത്തരണേ അല്ലാ എന്ന് അവിടുന്ന് ശരീരങ്ങൾ ചുക്കിച്ചുളിഞ്ഞു പോയ പണ്ടുള്ള ഉമ്മമാര് പാരായണം ചെയ്തു. അന്ന് രോഗങ്ങൾ കുറവാ. ഇന്നൊരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടാവുക, രോഗങ്ങൾ കൂടി വരിക ഇല്ലേ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവര് പറഞ്ഞു പോവുകയാണ്, സ്വഹാബാ ഒരു കാലഘട്ടം വരാനിരിക്കുകയാണ് അള്ളാഹുവും അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ കടന്നു പോകുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടം വരുമ്പോ ഹമ്മല്ല തങ്കത്തിയു അബദാ മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം കൊടുത്തിട്ട് അള്ളാഹു പരീക്ഷിക്കുമല്ലോ. ഉടൻ തന്നെ സ്വഹാബത്ത് ചോദിച്ചു, നമ്മളെ പറ്റിയാണോ തങ്ങളെ നിങ്ങൾ പറഞ്ഞു പോകുന്നത്? ആ സമയത്ത് പറഞ്ഞു, വല്ലാഹി നിങ്ങളെ പറ്റിയല്ല. അമാ ഇന്നഹു സയഖൂ 2020, 22, 23, 24 കാലഘട്ടത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് പറയാ. ദുനിയാവിന്റെ പുറത്തുകൂടെ അവർ നടന്നുകൊണ്ട് വരികയാ. പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ, മോനെ നീയൊന്ന് നിസ്കാരത്തിലേക്ക് വാ, മോനെ നിസ്കാരത്തിലേക്ക് വാ. എവിടെയാണ് എന്റെ ചെറുപ്പക്കാരാ? ഇന്ന് ബാങ്ക് കേട്ടാൽ കുറച്ചു താടി നരച്ച ഉപ്പമാര്, ശരീരം ചുക്കിച്ചുളിഞ്ഞു പോയ വാപ്പമാര് ഒന്നുപെടുത്തിട്ട് പള്ളിയിലേക്ക് കയറിയിട്ട് നിസ്കരിക്കുന്നതല്ലാതെ അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരെവിടെ പോയി മോനെ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ യുവത്വത്തിന്റെ ചോരത്തിളപ്പ് കൊണ്ട് പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ ഉമ്മാനെ വെറുപ്പിച്ച് വാപ്പാനെ വെറുപ്പിച്ച് നടക്കുമ്പോ ഇപ്പോഴും നാം മരിക്കില്ല എന്നൊരു ഓർമ്മയാ നിന്റെ കൽബിന്റെ ഉള്ളിലെങ്കിൽ, നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാര്, നിങ്ങളെപ്പോലെ മസിൽ പവറുള്ള എത്ര ചെറുപ്പക്കാര്, നിങ്ങളെപ്പോലെ തന്റെ ഇടമുള്ള എത്ര ചെറുപ്പക്കാര്, മോനെ നിങ്ങളല്ലേ കൊണ്ടുവന്നിട്ട് കബറടക്കിയത്, നിങ്ങളല്ലേ പിടിമണ്ണ് വാരിയിട്ടത്, നിങ്ങളല്ലേ നല്ലതുപോലെ അവർ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കരഞ്ഞത്. എന്നിട്ട് പോലും നമുക്കൊരു ഓർമ്മയില്ലല്ലോ, എന്നിട്ട് പോലും നമുക്കൊരു ഓർമ്മയില്ലല്ലോ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. അലീബാനട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോടീശ്വര പ്രഭുവാണ്. യുവാക്കളെ, കോടിക്കണക്കിന് സമ്പത്തുള്ളവനാണ്. ഡോക്ടറിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഡോക്ടർ പറയാണ് 75 ദിവസമേ നീ ജീവിക്കുള്ളൂ. ഇത് കേട്ട് സങ്കടത്തോടെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിച്ച യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന അലീബാനട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിൽ വന്ന് സങ്കടത്തോടെ ഇരിക്കുകയാണല്ലോ. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ തന്റെ കൂടെ നടന്നിരുന്ന തന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ആ ചെറുപ്പക്കാരനെ കബറടക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ, കൊണ്ടുപോകാൻ അലീബാനട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു പോവുകയാ. എന്തിനേറെ കൊണ്ടുവന്നിട്ട് കബർസ്ഥാനിൽ വെച്ച് കൂട്ടുകാരന്റെ മയ്യത്ത് കബറടക്കിയല്ലോ. എല്ലാവരും അവിടെ നിന്ന് പിരിയുന്നൊരു സമയം, എല്ലാവരും പിരിയുന്ന സമയം അവൻ മാത്രം അവിടെ ഇരിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, മോനെ നീ എന്തിനാടാ ഇവിടെ ഇരിക്കുന്നത്? ഇവനിന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ, ഇവൻ നാളെ ഉണ്ടാകുമെന്നല്ലേ വിചാരിച്ചത്, എന്നെ കാണാൻ വരുമെന്നല്ലേ വിചാരിച്ചത്. അപ്പൊ ഡോക്ടർമാർ 75 ദിവസം എഴുതിയ ഞാൻ ഇതിന്റെ ഇടയിൽ പൊക്കൂടാ എന്നുണ്ടോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് തന്റെ ബാഗെടുത്തിട്ട് തന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും ആഫ്രിക്കയിലുള്ള
പട്ടിണി പാവങ്ങളായ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊണ്ടുകൊടുത്തതിന്റെ മർമ്മപ്രധാനമായ കാര്യം എന്തെന്നറിയോ? അല്ലാ, ഞാൻ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ലല്ലോ. 75 ദിവസം പറഞ്ഞെങ്കിൽ അതിന്റെ മുമ്പിൽ ഞാൻ മരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് നന്മയിലേക്ക് നയിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. വഴിയോരത്ത് നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ യുവാക്കളാണെങ്കിൽ പോലും അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. പേര് കൊണ്ട് അവിടെ നിന്ന് സ്വാബിറായാ പറ്റൂല, പേര് കൊണ്ട് അബൂബക്കറായാ പറ്റൂല, പേര് കൊണ്ട് ഉസ്മാനായാ പറ്റൂല, പേര് കൊണ്ട് മുസ്ലിമിന്റെ പേരായാലും മാത്രം പറ്റൂല. അനുസരണമുള്ളവനായിട്ട് മാറണം സഹോദര. നിങ്ങൾ നോക്ക്, നിങ്ങളെ കണക്കുള്ള എത്ര ചെറുപ്പക്കാര് മജ്‌ലിസിലുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഉപ്പമാരിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മമാരിക്കുന്നുണ്ടല്ലോ. പാടില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര. അതുകൊണ്ടാണ് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ മരണത്തെ പറ്റി ഓർത്തുകൊണ്ട് അനുസരണമുള്ളവരായി അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന വല്ലാഹി വല്ലാഹി കം മസ്റൂറാ. നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കുക. അള്ളാന്റെ ഖുർആൻ പറയാൻ നിങ്ങൾ ഓതണം, നിങ്ങൾ ഓതണം. ഓതാനാണ്, ഓടാനല്ല. ഒരു മരിപ്പ് വീട്ടിൽ നമ്മുടെ ഉപ്പമാർ അല്ലെങ്കിൽ ഉമ്മമാർ മരിച്ചെന്ന് കരുതുക. ആ ഉപ്പയുമ്മയും മരിക്കുമ്പോ നിങ്ങൾ എന്നെ ഓതാൻ വിളിച്ചു, ഉസ്താദേ ഒരു യാസീൻ ഓതണം. ഞാൻ വന്നിട്ട് വിടാണ് ചവിട്ടി വിട യാസീൻ വൽ ഖുർആൻ ഹകീം. അതുകൊണ്ട് ഈ മരണപ്പെട്ട ഈ ആൾക്ക് എന്ത് പ്രതിഫലം കിട്ടുക? നിങ്ങൾ തന്നെ വീട്ടിന്റെ ഉള്ളിൽ ഓതുന്നത് ഒരു പേജാണെങ്കിലും അത് ഓതണം, അല്ലേ? നമുക്ക് അല്പം മതിയല്ലോ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെ ഓതിയാൽ ഒരു യാസീൻ ഒരു 5 മിനിറ്റ് മതി, അല്ലേ? ഈ വെപ്രാളപ്പെട്ട് ഓതുന്നത് ആർക്കാ? നിങ്ങള് നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ഓതുമ്പോ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓതിയാൽ ആ ഖുർആൻ തന്നെ നമ്മളെ ശപിക്കല്ലേ? ആ ഖുർആൻ തന്നെ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കല്ലേ? നമ്മൾ ഓതുന്നതിനാണ് വിട പറഞ്ഞ ആൾക്ക് നല്ല സന്തോഷം കിട്ടണം, ഖബർ അല്ലാഹുവേ റാഹത്തിലാക്കണം. ഇതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവുക? ഓതണം, ഓടാനല്ല, ഓതണം. ഞാനായാലും നിങ്ങളായാലും അള്ളാന്റെ കലാമിനെ പാരായണം ചെയ്യാ. ഖുർആൻ ഓതുന്നവരാണോ അവര് വിജയിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അവിടുന്ന് മദീനയുടെ മണിമുത്ത് അവിടുന്ന് കടന്നു വന്നല്ലോ. ഓടി വരുന്നുണ്ട് ആരുടെ മുമ്പിലാ? ബഹുമാനപ്പെട്ട ബീവി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പില് ഓടി വന്നിട്ട് പറയുന്നു, ഖദീജ സമ്മിലൂനി ഖദീജ, പുതപ്പിട്ടു മൂടൂ ഖദീജ, ചേർത്തും നടക്കൂ ഖദീജ, പുതപ്പിട്ടു മൂടൂ ഖദീജ, ചേർത്തും നടക്കൂ ഖദീജ. ജിബ്രീൽ വന്ന് ഇഖ്റാതന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഓടി വന്നിട്ട് ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടുമോ ഖദീജ? ഖദീജ ബീവി റസൂലുള്ളാഹിനെ ചേർത്ത് കിടത്തുകയാണ്. ഉടൻ തന്നെ പടച്ചവനെ അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്ന് വരുന്നു. യാ റസൂലല്ലാഹ്, ഇതെന്ത് കിടത്തമാണ് നബിയേ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവി ഖുസ്മിൽഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. റസൂലല്ലാഹ്, ഇതെന്ത് കിടത്തമാ നബിയേ? എന്ത് സങ്കടാണ് നബിയേ? എന്ത് വേദനയാണ് നബിയേ? ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, ഒന്നെഴുന്നേക്കണം നബിയേ, കുറച്ചു നിസ്കരിക്കണേ നബിയേ. വറത്തിൽ ഖുർആന തർതീലാ.
കിടക്കരുത്. എന്ത് വേദനപ്പെട്ടുള്ള കിടത്താൻ. ഒന്ന് എഴുന്നേറ്റോളി, നിസ്കരിച്ചോളി. പിന്നെ പറഞ്ഞെന്താ? ഈ വേദനയും ഈ ടെൻഷനും ഈ സങ്കടവും ഒക്കെ മാറും. വറത്തിൽ ഖുർആന തർത്തീല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതണം. നാളെ അള്ളാഹു ചില മനുഷ്യന്മാരെ നരകത്തിന്റെ ചാര കൊണ്ടിരുത്തും. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയും പറയാം, അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നേരമില്ല, തങ്ങൾ വരം ഞങ്ങൾ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, ഈ മജ്ലിസിലുള്ള മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ള കൊണ്ടിരുത്തിയിട്ട് ചോദിക്കട, ചങ്ങായി നിന്നോട് ഓതാൻ പറഞ്ഞില്ലേ, ഖുർആന്റെ കാര്യം പറഞ്ഞില്ലേ, മഹത്വം പറഞ്ഞില്ലേ, ഓരോന്ന് വ്യക്താക്കിൽ നീ എന്തേ ചെയ്യാത്തത്? അള്ള ചോദിക്കും അല്ലേ? ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അള്ളാഹു നരകത്തിന്റെ ചാര ചില മനുഷ്യന്മാരെ കൊണ്ടിരുത്തിട്ട് അള്ള ചോദിക്കാ, നിന്നോട് പറഞ്ഞില്ലേ ഖുർആന്റെ കാര്യങ്ങൾ? വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ നല്ലതുപോലെ ഓതാൻ പറഞ്ഞു. അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താൻ പറഞ്ഞു. ആത്തുസ് സക്കാ, സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാവിനും പിതാവിനും സേവനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എത്ര കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു. നീ എന്ത്, നിനക്ക് മുന്നറിയിപ്പുകാരൊക്കെ വന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ വന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടില്ലേ? നീ എന്തേ കേൾക്കാത്തത്? പടച്ചോനെ, ബലാഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളത് വലിയ കാര്യാക്കിയില്ല. ആ സമയം ഞങ്ങൾ വലിയൊരു കാര്യാക്കിയില്ല. ഞങ്ങൾ ഇങ്ങനെ ദുനിയാവിന്റെ പുറത്തുകൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നുപോയി. റബ്ബേ, അല്ല വിടുവോ? ഏത് കാര്യം റബ്ബ് പറഞ്ഞിട്ട് ചെയ്യാത്തതാണോ അതിന്റെ ശിക്ഷ അള്ളാഹു തരും. അള്ളാഹു അനീതി കാണിക്കില്ല. അള്ളാഹ് അവസാനം ഒരു പറച്ചിലുണ്ട്, എന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ അർത്ഥം എന്താ? للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. ഞങ്ങളത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ അള്ളാഹ് വലിച്ച് നരകത്തിലേക്ക് ഇട്ടിട്ട് പറയാണ്, ജസാഅം വിഫാഖ, യോജിച്ച ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏതാണോ ചെയ്യാത്തത് അല്ലെങ്കിൽ ഏത് തെറ്റാണോ ചെയ്തത് അതിന്റെ ശിക്ഷ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് റബ്ബിന്റെ ഖുർആൻ, ആ ഖുർആൻ അനുസരിക്കുന്നവരാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തലമായ തീരത്തുകൂടെ കടന്നു വരുന്നതെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ പറയാത്തത് എന്താ ഉള്ളത്? ആ ഖുർആനിന്റെ പാഠങ്ങളാണല്ലോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും ശിഫ ആണല്ലോ. ഒരു ഫാത്തിഹ പോലും അസുഖം മാറണമെന്ന് പറഞ്ഞ് ഓതിപ്പോയാൽ അവന്റെ അസുഖത്തെ അള്ളാഹു മാറ്റി കൊടുക്കുമല്ലോ. ഇവിടെ നമ്മുടെ മുദരിസ് ഉസ്താദുണ്ട്, ഉസ്താദുമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേര് സൂറത്തു ശിഫ എന്നാ. അങ്ങനെ പോലും പേരുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയും ഓതിപ്പോയാ ഏത് രോഗമാണെങ്കിലും സങ്കടമാണെങ്കിലും അള്ളാഹു മാറ്റുമല്ലോ. എന്തിനേറെ നമുക്കൊക്കെ അറിയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു ചെന്നുകൊണ്ട് സലാം പറയുകയാ. എപ്പോഴും ചിരിക്കുന്ന മുസ്തഫായ നബി തങ്ങള്, എപ്പോഴും കാര്യം തിരക്കുന്ന റസൂലുള്ളാഹി തങ്ങള് ആ ഒരു സമയത്തൊരു വാക്ക് പോലും മിണ്ടാതെ ഇരിക്കുമ്പോ, ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുമ്പോൾ പടച്ചവനെ അബൂ ത്വൽഹ തങ്ങളുടെ ഖൽബങ്ങ് പൊട്ടിപ്പോവുകയാണ്. കുറെ നേരം മാറിയിരുന്നു. പിന്നെ അള്ളാന്റെ ഹബീബിനോടൊപ്പം നിസ്കാരത്തിന് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുകയാ. നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബിനെ നോക്കുമ്പോ റസൂലുള്ളാന്റെ വട്ടമുഖത്ത് പ്രകാശമാ. എന്ത് ചിരിയാ! അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്, ഇവിടെ ഞാൻ വന്നപ്പോ സലാം പറഞ്ഞപ്പോ അവിടത്തെയുടെ അടുത്തിരുന്നപ്പോ ഹബീബായ നബിയേ, എന്തൊരു ടെൻഷനായിരുന്നു നബിയേ, അത് കണ്ടിട്ട് എനിക്ക് സഹിച്ചിട്ടില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞു വേദനയോടുകൂടിയിട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, അബൂ ത്വൽഹ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇവിടത്തേക്ക് ഞാൻ കടന്നിരിക്കുന്ന സമയത്ത് എന്റെ ഖൽബിന്റെ ഉള്ളിൽ വേദനകൾ ഉണ്ടായി. ആ വേദനയോടെ വിഷമത്തോടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. വന്നുകൊണ്ട് 3 ആയത്ത് എനിക്ക് പഠിപ്പിച്ചപ്പോ എന്റെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിയല്ലോ. അത് ഞാൻ അങ്ങ് പാരായണം ചെയ്തപ്പോ എന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിയല്ലോ. നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന 3 ആയത്തുകള്, സൂറത്തുൽ ഹശ്റിന്റെ 3 ആയത്തുകള്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്ന 3 ആയത്തുകള് അതെനിക്കങ്ങ് പഠിപ്പിച്ചപ്പോ എന്റെ സങ്കടം അല്ലാഹു മാറ്റിയല്ലോ, എന്റെ വേദനകൾ അല്ലാഹു മാറ്റിയല്ലോ, എന്റെ കണ്ണീർ അല്ലാഹു മാറ്റിയല്ലോ, എന്റെ ദുഃഖങ്ങളെ അല്ലാഹു മാറ്റിയല്ലോ. എന്നാൽ ഈ പരിശുദ്ധമായ ശുഹദാക്കളെ കിടക്കുന്ന മഖാമിന്റെ ചാരത്ത് ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട് ചോദിക്കുകയാ, രോഗമില്ലാത്തവരുണ്ടോ, സങ്കടമില്ലാത്തവരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളില് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും വെരിക്കോസും അതുപോലത്തെ എത്രയെത്ര രോഗങ്ങളാ ഉള്ളത്. ഉപ്പമാരെ, ഈ ഒരു 3 ആയത്ത് പതിവാക്കാൻ പറ്റോ? അല്ലാഹു രോഗത്തിന് ശിഫാ തരുമല്ലോ. ഇത് ഏറ്റവും നല്ല ഒരു പീയൂഷമാണ്, ഏറ്റവും നല്ല ഒരു ഔഷധമാണ്. അതുകൊണ്ട് മദീനത്തിന്റെ മണിമുത്ത് പറയാ, ഈ ആയത്തിന് വല്ലാത്ത പവറാണ് സ്വഹാബാ. പിന്നിപ്പോ നിങ്ങൾ പറയണ്ട, ഉസ്താദ് പറഞ്ഞു ഈ 3 ആയത്ത് മാത്രം ഓതിയാ മതി, ഹോസ്പിറ്റലിൽ പോകണ്ട. അങ്ങനല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോക്കോളി. ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാണ് രോഗങ്ങളും സങ്കടങ്ങളൊക്കെ മാറുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരും. പടച്ചോനെ, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഉപ്പമാര്, ചെറുപ്പക്കാര്, സഹോദരങ്ങൾ, ഉമ്മമാർ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മനസ്സിൽ തട്ടിന്ന് പറഞ്ഞ എല്ലാ സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇതൊക്കെ നമ്മളോട് പഠിപ്പിച്ചത് ആരാ മുഅ്മിനെ? നമ്മുടെ ഖൽബിന്റെ മുത്ത് റസൂലുള്ളാഹി. നന്നായിട്ട് പറയും അപ്പമാരെ, നബിയുനാ റസൂലുള്ളാഹി. ദൂതരെ അങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെ എങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല. കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, പാപികളാണേലും കാരുണ്യം തടയല്ല. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ. ഒരു ഭൂമി പാപിതൻ വ്യതയങ്ങു കേൾക്കില്ലേ. ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ. ത്വാഹ നബിയേ, കനവില് വരുമോ നിധിയേ. ത്വാഹ നബിയേ, കനവില് വരുമോ നിധിയേ. ആശ മനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ. ഉറക്കുന്നു
പറയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ മണിമുത്തിന്റെ ഒരു വാക്കും ഇന്ന് വരെ പാഴായിട്ടില്ല. സത്യം പറഞ്ഞ വല്ലാഹി പൊന്നാര വാപ്പമാരെ, ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചു ഇവരെ വിളിച്ചിട്ട് ഒരാളെ പകരം വെക്കണമെന്ന്. ഇന്നലെയൊക്കെ നല്ല പനി, ഇന്ന് ഇവിടെ വന്നിട്ട് നല്ല പനി, ഒരു ചെറിയൊരു ഗുളിയും കഴിച്ചിട്ട് ഞാൻ ഇവിടെ കയറി നിൽക്കുക. അപ്പൊ നിങ്ങളുടെ സ്വലാത്താണ് എൻ്റെ മരുന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ പറയണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര മുഹബ്ബീങ്ങളെ, ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ, അത് മതി. മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് കൊണ്ടുവന്ന ഒക്കെ റാഹത്തായില്ലേ. വെള്ളിയാഴ്ച ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാനെ ഹബീബിനെ മുറുകെ പിടിച്ചോ വിജയിച്ചു. നമ്മളിങ്ങനെ കേട്ടു പോകുന്നല്ല, നമ്മുടെ ഖൽബിന്റെ അകത്തട്ടിൽ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഖുർആൻ ഓതുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു സഹാബ, രണ്ടാമത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തമായ തീരത്തുകൂടെ മുസ്ലിമാണെന്ന് പറഞ്ഞ് കടന്നു വരുന്നവന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? അവൻ എന്ത് ചെയ്താലും പൊതുജനത്തിന് വേണ്ടി അവൻ ചെയ്യില്ലല്ലോ. പത്താളുകളെ കാണട്ടെ എന്ന് പറയില്ലല്ലോ, പത്താളുകൾ എന്നെ പറ്റി നല്ലത് പറയട്ടെ എന്ന് പറയില്ലല്ലോ. അവന്റെ ഖൽബിന്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകില്ലല്ലോ, അവന്റെ ഖൽബിന്റെ ഉള്ളിൽ കിബറുണ്ടാകില്ലല്ലോ. ഒരു മനുഷ്യനെ പറ്റിയിട്ടും അവൻ ഫിത്ന പറയില്ലല്ലോ, ഒരാലിമീങ്ങളെയും കുറ്റം പറയില്ലല്ലോ, ഒരു നേതാക്കളെയും അവൻ കുറ്റപ്പെടുത്തിട്ടില്ലല്ലോ. പടച്ചവനെ, ഈ കാലഘട്ടം മോശമാണ് ചെറുപ്പക്കാരാ. ദുനിയാവിന്റെ പുറത്തുകൂടെ നന്മകളിലൂടെ നിസ്കരിക്കുന്നവരാണെന്ന് പറയുന്നവര്, നോമ്പ് നോക്കുന്നവരാണെന്ന് പറയുന്നവര്, സ്വതക്ക ചെയ്യുന്നവരാണെന്ന് പറയുന്നവര്, സകാത്ത് കൊടുക്കുന്നവരാണെന്ന് പറയുന്നവര്, നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റോ നമ്മുടെ നിസ്കാരങ്ങൾ മുഴുവനും നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റോ? നമ്മൾ ആരെയൊക്കെയോ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ആരെയൊക്കെയോ കളിയാക്കിയിട്ടുണ്ട്. നിസ്കരിക്കാത്തവരാണോ ഫിത്ന ഉണ്ടാക്കുന്നത്? നോമ്പ് നോക്കാത്തവരാണോ ഫസാദ് പറയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി ഇവിടെ വ്യക്തമാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൽ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, അല്ലാഹു പറഞ്ഞ വാക്ക് അനുസരിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അവൻ ഒരു മനുഷ്യന്റെ കുറ്റം പറയില്ലല്ലോ. പടച്ച തമ്പുരാനും മറച്ചു വെച്ച കാര്യത്തെ അവൻ പരസ്യപ്പെടുത്താൻ അവന് കടന്നു പോകില്ലല്ലോ. ഇന്റർനെറ്റിന്റെ കാലഘട്ടമല്ലേ ചെറുപ്പക്കാരാ, അതിലൂടെ എത്രയോ ആലിമീങ്ങളെ കുറ്റം പറയുന്നുണ്ട്, സയ്യിദന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ കടന്നു പോകുന്നത്? നമുക്കതിനു വേണ്ടിയുള്ള അറിവുകളുണ്ടോ? അതിനുള്ള വിവരങ്ങൾ നമുക്കുണ്ടോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞതൊക്കെ ഒന്ന് കടന്നു വരണ്ടേ. പിന്നല്ലദീന, ഒരു വിഭാഗം ആളുകൾ യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, ആളുകളെ പറ്റിയിട്ട് മോശമായത് പറഞ്ഞ് പരത്താൻ അവർക്ക് വലിയ ഇഷ്ടമാ. പടച്ചവനെ, അവരാരെന്നറിയോ? ഫില്ലദീന ആമനൂ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്, അസ്ർ നിസ്കരിച്ചിട്ടുണ്ട്, മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്. ഉപ്പമാരെ ഷമീർ ദാരിമിക്കും നിങ്ങൾക്കും ഖൽബിലൊന്ന് കൈവച്ചിട്ട് പറയാൻ പറ്റോ? ഒരു റമദാനിൽ ഒരു മനുഷ്യനെ പറ്റിയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനെ കളിയാക്കിയിട്ടില്ല, ഒരു മനുഷ്യനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറയാ നമുക്ക് കഴിയോ? പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇന്ന് കാണുന്നതല്ല പറയുന്നത്. ഇന്ന ബഅലല്ലന്നീതും, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. ഊഹാഭോഗങ്ങള് ഒരു മനുഷ്യനെ പറ്റി സ്വന്തം ഖൽബിൽ തോന്നുന്നത് എഴുതിവിടുന്ന കാലഘട്ടമാണല്ലോ. ആ ഒരു കാലഘട്ടത്തിലൂടെ കടക്കുമ്പോ ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, നമ്മൾ മനസ്സുകൊണ്ട് കരുതുമോ, പടച്ചവനെ ഞാൻ എന്തിനാ ഇത് ഷെയർ ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് മറ്റുള്ളവനിക്ക് അയച്ചു കൊടുക്കുന്നത്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഞാൻ എന്തിനാ കുറ്റം പറയാ?
ഞാൻ എന്തിനാ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നത്? അത് തെറ്റാണെന്നറിഞ്ഞിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ എൻ്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാര, നമ്മളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്നത്. നമ്മൾ നോക്കാൻ നേരം വെളുത്ത് തുറക്ക എഴുന്നേറ്റപ്പോ എന്തോ കണ്ടു, ഒരൊറ്റ കുത്തടുത്ത കൂട്ടുകാരടാ നീ ഒന്ന് കണ്ടു നോക്കാളെ, ആ കിടിലാണ്, സെറ്റപ്പാണ്, അടിപൊളിയാ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പോലെ പൊന്നാര കൂട്ടുകാർ. അതേ സമയത്ത് നിന്റെ മൊബൈലിൽ വന്നത് അള്ളാഹു മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ എന്തിനാ പരസ്യപ്പെടുത്തുന്നത്? നമുക്കതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ഇപ്പൊ തന്നിട്ടുണ്ടോ? നമ്മുടെ അമല് പോന്നല്ലാണ്ട്, നമ്മുടെ നിസ്കാരം പോന്നല്ലാണ്ട് ഒരാളെയും കളിയാക്കരുത്, ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്തരുത്, ഒരു മനുഷ്യനെയും ആക്ഷേപിക്കാത്ത ജീവിതം നമ്മൾ കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മളൊക്കെ വിജയിക്കുന്നത്. എല്ലാ ആലിമീങ്ങളെയും സയ്യിദന്മാരെയൊക്കെ ബഹുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ പവറിന് എന്താ ഉള്ളത്? അതിനേക്കാൾ സന്തോഷം ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാന്റെ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അള്ളാഹ് പറയാ, അത് തെറ്റാണെന്നറിഞ്ഞ് ആ തെറ്റിൽ നിന്ന് നീ പിന്മാറിയാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത. അള്ളാഹ് പറയാ, മോനെ ഒന്നല്ല 2 സ്വർഗം നിനക്ക് തരാൻ. നീ ഷെയർ ചെയ്യാതിരുന്നാൽ 2 സ്വർഗം. ഇത്രയും സൗഭാഗ്യവും സർട്ടിഫിക്കറ്റും ഓഫർ അള്ളാഹ് തരുമ്പോ നമ്മൾ എന്തിനാ ഒരാളെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തുക? ഇല്ലേ? അനുസരണമുള്ളവരായിട്ട് മാറണ്ടേ നമ്മള്? അതുകൊണ്ടാണ് ഇതിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു വരാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ പരസ്പരം കുത്തി നോവിക്കല്ലേ, അഹങ്കരിക്കല്ലേ, കിബർ കാണിക്കല്ലേ. അഹങ്കാരമില്ലാത്ത മനുഷ്യനായിട്ട് മാറുക. അല്ലാഹു ഒരു 10 പണം തന്നാല്, സമ്പത്ത് തന്നാല്, നമ്മളെക്കാര് പാവപ്പെട്ടവനെ കണ്ട അവനിക്ക് മുഖം കൊടുക്കാതെ നടന്നു പോകരുത്. അവനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ ഇരിക്കരുത്. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞാൽ അവസാനം കൊണ്ടുവെക്കുന്നത് ഈ പച്ചമണ്ണിലാണല്ലോ. നമ്മുടെ കബർ കുഴിക്കുന്നത് പണക്കാരനാണോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു അല്ലാഹു സമ്പത്ത് കൊടുത്ത ഒരാൾ കബർ കുഴിച്ചിട്ടുള്ള ചരിത്രം നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ വീടുകളിൽ, നാടുകളിൽ കൂലിപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളല്ലേ ആ കബർ കുഴിക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാത്ത പാവപ്പെട്ടവൻ, നമ്മൾ തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ടവൻ, നമുക്ക് വേണ്ടിയിട്ട് കബർ കുഴിക്കുന്ന ഒരു നാള് എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അതിലേക്കും നമ്മൾ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനെ വെറുപ്പിക്കാതെ അവന്റെ സന്തോഷം നേടിയെടുത്തോ. അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവര് അവരാണ് വിജയിക്കുന്നത് സ്വഹാബ, അവരാണ് രക്ഷപ്പെടുന്നത് സ്വഹാബ. ഉടൻ തന്നെ സ്വഹാബത്ത് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, പടച്ചവന്റെ പൊരുത്തം നേടാൻ എന്താ ചെയ്യേണ്ടുന്നത്? ആ സമയം പറഞ്ഞു കൊടുത്തു, ഒന്ന് പൊരുത്തം തന്നെയാണ്, രണ്ടാമത്തത് ദുആ, അല്ലാഹുവിലേക്കുള്ള ദുആയ. നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് എന്തുറപ്പാ നമുക്കുള്ളത്? നോമ്പ് നോറ്റു, സ്വതക്ക ചെയ്തു, സക്കാത്ത് കൊടുത്തു, ഉസ്താദേ ഒരൊറ്റ വഖത്ത് പോലും ഞാൻ മുടക്കിയിട്ടില്ലല്ലോ, എനിക്ക് റബ്ബിന്റെ സ്വർഗ്ഗം ഉറപ്പാ എന്ന് ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ പ്രിയപ്പെട്ട ഉപ്പമാരെ? അപ്പൊ നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്, നോമ്പ് നോക്കണ്ട എന്നല്ല പറയുന്നത്, സ്വതക്ക ചെയ്യണ്ട എന്നല്ല പറയുന്നത്. അങ്ങനെ നിസ്കാരവും നോമ്പും കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നുവെങ്കിൽ 1000 കൊല്ലക്കാലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ, ആ 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കലെത്തിയപ്പോ അള്ളാഹ് പറഞ്ഞു, പൊക്കോ, സ്വർഗത്തിലേക്ക് പൊക്കോ. ഈ ചങ്ങായി പറഞ്ഞു, അല്ലാഹ് എനിക്കങ്ങനെ ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട, ഞാൻ 1000 കൊല്ലം ഇബാദത്ത് ചെയ്തു, അതിന്റെ പ്രതിഫലം എനിക്ക് തന്നാൽ മതി. അല്ലാഹ് പറഞ്ഞു, പൊക്കോ നരകത്തിലേക്ക്. നിസ്കാരം കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും സ്വർഗത്തിൽ പോകും. ഇവിടെ പറയാ, അല്ലാഹ് 1000 കൊല്ലം നിസ്കരിച്ചു, അതിന്റെ ഫലം ചങ്ങാതി ഇല്ല, പൊക്കോ നരകത്തിലേക്ക്. അള്ളാന്റെ പൊരുത്തമാ. നിസ്കരിക്കുമ്പോഴും നോമ്പ് നോക്കുമ്പോഴും ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഖൽബിൽ വേണ്ടുന്ന റബ്ബേ നിന്റെ പൊരുത്തമെന്ന. അതിന്റെ തെളിവാരെ ഞാൻ പറഞ്ഞു തരാം. മഹാനായ റൂഹുല്ലാഹി ഈസ എന്ന് പറയും വാപ്പമാരെ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം നടക്കാണ്. കുറെ ആളുകൾ ഈസാ നബി ഇങ്ങനെ കാണുമ്പോ അല്ലാഹുവേ
അവര് നിസ്കരിക്കുന്നവരാണ്. അവരുടെ ശരീരം മുഴുവനും മെലിഞ്ഞു പൊട്ടിയിട്ടുണ്ട്. ഈസാ നബി അവരോട് ചോദിക്കുന്നു, അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നല്ലതുപോലെ കടന്നു വരുന്നത്? അവര് പറഞ്ഞു കൊടുക്കുന്നു, ഞങ്ങൾ നിസ്കരിക്കുന്നത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിനാ. ഞങ്ങൾ നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിനാണ്. മറിച്ചു നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ കത്തിയാളുന്ന നരകത്തിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഉടൻ തന്നെ ഈസാ നബി അവിടെ നിന്ന് കടന്നു പോവുകയാണ്. കഴിഞ്ഞിട്ടില്ല ഉപ്പാ. പിന്നെ നോക്കുമ്പോ അതുപോലെ ഇബാദത്ത് ചെയ്യുന്ന കുറെ ആളുകൾ കതുനഹലൂ, അവരുടെ ശരീരം മുഴുവനും മെലിഞ്ഞു പൊട്ടിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞൊരു വാക്കുണ്ട്, നഅ്ബുദു ഹുബ്ബൻ ലില്ലാഹ് വതഅളീമൻ ലിജലാലിഹി. ഞങ്ങൾ നിസ്കരിച്ചു കൊണ്ടുവരുന്നത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത, റബ്ബിന്റെ പൊരുത്തത്തിനാണ്. വതഅളീമൻ ലിജലാലിഹി, അല്ലാഹുവിന്റെ ഔന്നത്യമായ സന്തോഷമുള്ള പൊരുത്തത്തിന്റെ ശീർഷകത്തിലാ എന്ന് പറയുമ്പോൾ ഈസാ നബി പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്, അൻതും ഔലിയാഉ ലില്ലാഹ്, നിങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. കാരണം നിങ്ങൾ നിസ്കരിച്ചത് സ്വർഗ്ഗത്തിനല്ലല്ലോ, അല്ലാഹുവേ നോമ്പ് നോറ്റത് സ്വർഗ്ഗത്തിനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്തെ അല്ലാഹു പടച്ചതാ, ഭൂമിയെ അല്ലാഹു പടച്ചതാ, മനുഷ്യനെ അല്ലാഹു പടച്ചതാ, ഈ അണ്ടകടാഹത്തെ റബ്ബ് പടച്ചതാണ്. അതുപോലെ പടച്ചവന്റെ രണ്ട് സൃഷ്ടികളാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പടപ്പിന് വേണ്ടിയാകല്ലേ നിങ്ങളുടെ ഇബാദത്ത്, ആ ഒരു പടപ്പിനെ പേടിച്ചിട്ടാകല്ലേ നിങ്ങളുടെ നിസ്കാരം. മറിച്ചു നിങ്ങൾ നിസ്കരിക്കുമ്പോ, നോമ്പ് നോക്കുമ്പോ നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ വരേണ്ടുന്നത് അല്ലാഹുവിന്റെ പൊരുത്തമാണെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ്. സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ചിന്തിക്കാനുള്ള പടച്ചോനെ സ്വർഗം കിട്ടണമെന്നല്ല, അള്ളാന്റെ പൊരുത്താണ് അല്ലേ. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തു, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു, ഞാൻ നല്ലൊരാളാ, ഒരു 10 ആൾക്കാർ എന്നെ പറ്റി പറഞ്ഞോട്ടെ, ഞാനാണ് ഇവിടെ അതുപോലെ ഉഷാറാക്കിയത്, ഞാനാണ് അവനിക്ക് വേണ്ടി കൊടുത്തത്, ഇല്ലേ? എന്തിനാണ് നമുക്ക് ആരും സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരൊറ്റ ആളുടെ സർട്ടിഫിക്കറ്റ് അള്ളാഹുവിന്റെ. അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പടച്ച തമ്പുരാൻ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. കാരണം അറിയോ, ഈ കൂട്ടത്തിൽ ഒരുപാട് ഉപ്പമാരുണ്ട്. എനിക്ക് വയസ്സായ ഉപ്പമാരോട് ഭയങ്കര കാര്യമാണ്. എവിടെ കണ്ടാലും ഞാൻ അവരുടെ കൂടെ കൂടും. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടാലും കൂടും. അവരുടെ വർത്താനം ഭയങ്കര രസമാണ്. പഴയ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഇട്ട് കൊടുത്താണ്ടല്ലേ, അന്നത്തെ കാലം പോലുള്ള പലതും കേട്ടാൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് 5 മണിക്കൂർ വണ്ടി ലേറ്റായാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അതിനുള്ള മുതൽ നമുക്ക് അവരെ ഇത് കിട്ടും. അള്ളാഹു എല്ലാ ഉപ്പമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് വേണമെന്നറിയോ? എന്റെ പൊന്നുപ്പമാരെ, ഉമ്മമാരെ, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ അമൽ ചെയ്യാം. അപ്പോഴേ നമുക്ക് വിജയമുള്ളൂ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ആഗ്രഹിക്കരുത്. പിന്നെ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിതിഗാ വജ്ഹി റബ്ബിൽ അഅല. അല്ലാഹുവിന്റെ വജ്ഹിനെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിനെ, അതിനെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. ഞാൻ വാള് പറയുമ്പോൾ ഞാൻ വിചാരിക്കാൻ ഞാൻ നല്ല വാളാൻ, ഉഷാറാൻ എന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതിയാല് പൊന്നാര വാപ്പമാർ, ഈ വാള് കൊണ്ട് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാനിങ്ങനെ അൽഹംദുലില്ലാഹ് കുറച്ച് ശബ്ദം അള്ളാഹു തന്നുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. എന്നെക്കാലൊക്കെ എത്രയോ അറിവും വിവരവും ഉള്ള ഒരുപാട് വയസ്സായ പണ്ഡിതന്മാർ നമ്മുടെ നാടുകളിലില്ലേ? എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, അവരുടെ ഒരു ക്ലാസ് നടക്കുന്നു എന്നറിഞ്ഞാൽ ഇവിടെ എന്റെ വാൾ നടന്നാലും നിങ്ങൾ ആ ക്ലാസ്സിന് സംഗമിക്കണം. എന്താ കാരണം എന്നറിയോ? ഒരുപാട് ഇൽമുകൾ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. എത്ര പണ്ഡിതന്മാർ നമ്മുടെ നാടുകളിലുണ്ട്, പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്നില്ല എന്ന് മാത്രം. ഇരുന്നാൽ അമൂല്യമായ മുത്തുകൾ കിട്ടും. അത് നേടിയെടുക്കണം നമ്മൾ. അതിന് നമുക്ക് സമയമില്ല. ഞാനിപ്പോ കൊല്ലത്തുനിന്ന് വന്നാൽ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആളെ ഒന്ന് ബഹുമാനിക്കണം. നിങ്ങളുടെ നാട്ടിൽ എത്ര ഉസ്താദുമാരുണ്ട്, അവരെ നിങ്ങൾ ബഹുമാനിക്കണം.
അവരെ നിങ്ങൾ പിന്നെ ആദരിക്കണം. വയസ്സായ ഉസ്താദുമാരുണ്ടെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നു, ഞാൻ പറയും ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ടത് ആർക്കാ? നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കണം. ആ മക്കളെ അലിഫ് പഠിപ്പിക്കുന്ന ഉസ്താദ്, നിസ്കാരത്തെ പറ്റി പഠിപ്പിക്കുന്ന ഉസ്താദ്, ആ മക്കളുടെ കാര്യങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ മദ്രസയിലെ ഉസ്താദ് ഇല്ലേ? ആദരിക്കേണ്ടുന്നവരൊക്കെ നമ്മൾ ആദരിക്കണം. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. പള്ളിയിലെ മുഅദ്ദിൻ, 5 വഖത്ത് വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, അദ്ദേഹത്തിന്റെ സ്ഥാനം പോലെ ആർക്കാ ഇന്നിപ്പോ സ്ഥാനമുള്ളത് അല്ലേ? നമ്മൾ പറയും, ഞാനിപ്പോ കുറ്റപ്പെടുത്തല്ല, ചില ആളുകൾ പറയും നിങ്ങൾക്ക് ഇവിടെ കണ്ണില്ലായിരുന്നു, ഇവിടെ ഫുള്ള് വൃത്തികേടായല്ലോ, എന്ത് പണിയായി ചെയ്തത് എന്ന് പറയില്ലേ? നമ്മൾ അള്ളാന്റെ പള്ളിയാണ്, അത് നമ്മൾ കണ്ട നമ്മൾ തന്നെ എടുത്തു കളയണം. വേറൊരാളെ തിരക്കരുത്, വേറൊരാളെ തിരക്കരുത്. നമ്മൾ കണ്ട നമ്മൾ തന്നെ എടുത്തു കളയണം. അതിനു വേണ്ടിയിട്ട് എവിടെ ചങ്ങായി ഫോൺ നമ്പർ വിളിക്കലല്ല. നമ്മൾ കണ്ടാൽ അള്ളാഹുവിന്റെ പള്ളിയാണെന്നറിഞ്ഞാൽ അതിനെ എടുത്തു കളയേണ്ടുന്ന ബാധ്യത ഓരോ മനുഷ്യനിക്കുമുണ്ട്. അക്ക നമ്മൾ മനസ്സിലാക്കണം. വിലയും സ്ഥാനവും മാനവും കൊടുക്കേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, ഉറപ്പായിട്ട് പരാജയപ്പെടും. അതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ശുദ്ധീകുലകൃതങ്ങള് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അള്ളാന്റെ പൊരുത്തത്തിന് പ്രതീക്ഷിക്കാം ഇല്ലേ? അള്ളാഹുവിനോട് സ്നേഹം വരുന്ന രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ദുആയാണ്. ഉടൻ തന്നെ ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹാബ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുആ ചെയ്യുന്നവരാണോ? അള്ളാഹുവിന് നിങ്ങളെ പെരുത്തിഷ്ടമാണ് സഹാബ. പടച്ചവനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുമ്പോ നന്മകളുടെ വഴികളിലൂടെ, സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ എത്രയോ ശാന്തതയാണെന്നറിയോ? എന്തിനേറെ നമ്മളെല്ലാം ഇങ്ങനെ കടന്നു പോവുകയാ. സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചോദിച്ചു, നമ്മൾ ദുആരക്കുമ്പോ നമ്മൾ എപ്പോഴാണ് തങ്ങളെ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാൻ? അഖിബസ്സലാ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയാണ്. പക്ഷേ നമുക്കൊന്നും സമയമില്ലല്ലോ. ഒരു 2 മിനിറ്റ് ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ടല്ലോ, നമുക്കിരിക്കാൻ സമയമില്ലല്ലോ. എന്റെ ഉപ്പമാരെ, നമുക്ക് സമയമില്ലാതെ കടന്നു പോകുമ്പോ റബ്ബിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فإذا فرغت. നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാല് മൂട്ടിലെ പൊടിയും തട്ടി സമയമില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടാനല്ല മോനെ. ഫൻസബ്, നീയും ഉഷാറായിട്ടിരുന്നോ. പിന്നെയോ വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങള്, നിന്റെ പ്രയാസങ്ങള്, നിന്റെ ദുഃഖങ്ങള്, അതല്ല നീ നിന്റെ റബ്ബിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞാൽ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. കാരണം അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ചോ, അതിനുത്തരം തരാമെന്ന് റബ്ബ് പറയുമ്പോ അനുസരണമുള്ളവരെന്തേ ചെയ്യുന്ന എന്നറിയോ? ഉസ്താദ് ദുആരക്കുമ്പോ മൊബൈലിൽ കളിക്കാതെ ആമീൻ എന്ന് പറയുമ്പോ, ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്തജിബ് എന്നാണല്ലോ അർത്ഥം. അല്ലാഹുവേ നീ നീ ഉത്തരം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ നമുക്കൊന്നും സമയമില്ലല്ലോ. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അലസരാണല്ലോ. അലസത മാറ്റിയിട്ട് 2 മിനിറ്റ് വഇലാ റബ്ബിക ഫർഗബ്. ജീവിതത്തിന് ആവശ്യമുള്ളത് പൊന്നാരുപ്പമാരെ, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? ഈ കാലഘട്ടത്തിൽ നല്ലൊരു ഇണയെ വേണം. റബ്ബിനോട് ചോദിച്ചോ.
ചോദിക്കാനുള്ള സമയം കണ്ടെത്തിയാൽ മതി. നല്ലൊരു ജോലി വേണം, അള്ളാഹിനോട് ചോദിച്ചോ. റബ്ബ് പറഞ്ഞു ചോദിക്കാൻ, പക്ഷെ നമുക്ക് സമയമില്ല, നമുക്കൊരു ടൈമില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കടന്നു വരിക. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വലിയ വിഷയം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ. ഇവിടെ തങ്ങൾ വരുമ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കാതെ പോവാൻ. പിന്നെ പറഞ്ഞു കൊടുത്തത് കാര്യം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ ഖൽബിലേക്കൊന്ന് കൊണ്ടുവരിക. ആ ഹബീബിന്റെ പാഠങ്ങളെ നമ്മൾ അനുസരിക്കുക. ഇല്ലേ, സ്വഹാബത്ത് സ്നേഹിച്ചതിന്റെ ഞാൻ ഫുള്ള് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, 5 മിനിറ്റ്. എന്നിട്ട് അടുത്ത 2 വിഷയം മർമ്മപ്രധാനമായിട്ട് പറയാനുള്ളതാണ്. പിന്നെ പറഞ്ഞു കൊടുക്കാണ് ആദരവായ ഹബീബുന നമ്മുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കാണ്, അനുരാഗമാണ്, ആ സ്നേഹമാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ സന്തോഷിച്ചോട് വരും, നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഹബീബിനെ ആരിഷ്ടപ്പെടുന്നു അവന്റെ ഖൽബ് മാറി മറിഞ്ഞ റബ്ബുമായി അടുത്തുകൊണ്ടുവരും. എത്ര സ്വഹാബത്താ നബി തങ്ങളെ സ്നേഹിച്ചത്. ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന സ്വഹാബത്തിന്റെ കഥകൾ പറഞ്ഞ തീരോ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ ഒന്ന് പറഞ്ഞോളി, എന്തൊരു സ്നേഹക്കുറവ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു എല്ലാം വാരിക്കെട്ടി തോളത്തിട്ടിട്ട് പോയി, മദീന വിട്ടുപോയി. എന്റെ ഹബീബിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവിടെ നിന്ന് പോയത് എന്തിനെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളില്ലാതെ മദീനത്ത് ബാങ്ക് വിളിക്കാൻ പറ്റില്ല. കാരണം മനസ്സിന്റെ ഉള്ളു മുഴുവൻ ഹബീബാൻ, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മദീന വിട്ടുപോയത് അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. ഇല്ലേ, ഹബീബിന്റെ ഒരു പല്ല് പോയെന്നറിഞ്ഞപ്പോ എല്ലാ പല്ലും കുത്തിപ്പൊട്ടിച്ചത്. പല്ല് വേണ്ടാഞ്ഞിട്ടാ, പല്ലല്ല വേണ്ടത്. എന്റെ റസൂലുള്ളാഹിന്റെ ഒന്ന് പോയ എനിക്കിന്റെ ഒന്നും വേണ്ടെന്നാ. വഫാത്തായെന്നറിഞ്ഞപ്പോ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് ആളുകള്. ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്തിനേറെ നമ്മുടെയൊക്കെ മദ്രസയിൽ നമ്മുടെ മക്കൾക്കൊരു ഉസ്താദുമാരൊക്കെ ചരിത്രം എഴുതി കൊടുക്കും. അന്ന് മുതൽ ഇന്നുണ്ടത്. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു, ഞാൻ ഫുള്ള് പറയാനല്ല, സവാദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അടുക്കൽ വടി വേണമെന്ന് പറഞ്ഞ ആ രംഗം ഈ ബദർ ഖിസ്സ പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലേ. ഉരത്തിയ മൗലൽ ഉറബ ഉശ്രിയങ്ങള് യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയോനോ മൈറകൈ പേശും ജിന്നിൽ സിടകൈ പിരിശം റസൂലദാകൈ യാ നജിയല്ലാഹ് ഉദരം വല്ലാവരുത്തം ഉളവാലേ അതു നിമിത്തം ഉള്ളം നാലതു പൊരുത്തം ആക്കിടാം നബിയേ തരുത്തപ്പറുദൂതർ ചൊന്ന സവാദേ നീ ചൊല്ലുവതെന്ന ത്വാഹാവേ ഉങ്കൽ എന്നെ സഫദിൽ സബ്ഖാ ഖദ് ത്വാഹാ ഉങ്ങളെത്തി ഖിദ്ഹാലെ കൊണ്ടു കുത്തി കവായത്ത് കൈമശത്തിൽ ആക്കിടാം നബിയേ. മദീനയുടെ മണിമുത്തിന്റെ അടുക്കൽ വന്നിട്ട് പറ നബിയെ കുത്തണോ? ആ രംഗൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹബീബ് പറഞ്ഞു ഓക്കെ, വടി വേണം, അതും ഓക്കെ. ഇനി അത് പോരാ അല്ലേ? നിങ്ങളൊക്കെ ബദർ ഖിസ്സയൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഫുള്ള് ബദർ ഖിസ്സയായിരുന്നു. ഇപ്പൊ അത് കുറവാ. അതൊക്കെ ഒന്ന് കേൾപ്പിക്കണം. നമ്മുടെ ഇങ്ങനത്തെ വാതിലിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പരിപാടി കൂടെ വെക്കണം. ബദരീങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയണം. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. അള്ളാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. അത് പറഞ്ഞു അതൊന്നും പോരാ നബിയെ, അതൊന്നും പോരാ. ആ ഇട്ടിരിക്കണ കമീസ് ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് മാറ്റണം. അതിന്റെ അടിയിൽ കാണാം നൈനാർ നബി ത്വാഹ കമീസൈ കേറ്റി. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കമീസ് കയറ്റുന്ന രംഗം സുബ്ഹാനല്ലാഹ് പറഞ്ഞ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും. വല്ലാത്ത അത്ഭുതല്ലേ? ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് പറയാൻ നബിയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് അണച്ചു പിടിക്കാൻ ആഗ്രഹിച്ചിട്ട് വന്നതാ റസൂലേ, എന്നെ വെറുക്കല്ല നബിയെ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുത്ത മഹാനുഭാവന മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഹബീബിനെ നമ്മൾ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരിക. ഏതൊക്കെ മേഖലയിൽ നോക്കിയാലും, എല്ലാം സമ്പത്തിന്റെ വിഷയം നോക്കിയാലും അവിടെയും ഹബീബ്. അപ്പൊ നിങ്ങൾ പറയും നബി തങ്ങൾക്ക് എവിടെ സമ്പത്ത്?
അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എവിടെ സമ്പത്തെന്ന് ചോദിക്കൂലേ? അള്ളാന്റെ ഹബീബ് വേദനപ്പെട്ടിരിക്കാൻ വിഷമിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുമ്പോ ഹബീബിന് ഒരു ആശ്വാസത്തിന്റെ വാക്കുമായി മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏതാത് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഗദാ വവജദക ആയിലൻ ഫഅഗ്നാ. നബിയേ, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് അവിടത്തെ ഞാൻ സമ്പന്നരാക്കി. നബിയെ, എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തിനാ വേദനപ്പെട്ടിരിക്കുന്നത്? സമ്പത്തില്ലെന്നാണോ? ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് സമ്പത്തിലേക്ക് ഞാൻ എത്തിച്ചിട്ടില്ലേ ഹബീബേ? ആരെ പറയണത്? അള്ളയാൻ. ആരോടാൻ? നമ്മുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഏതൊക്കെ മേഖലയിലൂടെ പോയാലും നമുക്ക് സന്തോഷം കൊടുക്കാനുള്ളത് ഹബീബിനോടാണ്. ഒരുപാട് വിഷയങ്ങൾ ഹബീബിന്റെ ചരിത്രം കൊണ്ട് പറയാൻ. അതുകൊണ്ട് മൂന്നാമതായി പറഞ്ഞത് റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നോ എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവനങ്ങ് കരയുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫബകാ ബുകാഅൻ ശദീദാ. അല്ലാഹുവിനെ പറ്റി പറഞ്ഞു, മുത്തുനബി തങ്ങളെ പറ്റി പറഞ്ഞു. അതെല്ലാം പറഞ്ഞു വന്നിട്ട് പിന്നെ പറയുന്നു, റബ്ബിനെ അനുസരിക്കുന്നവരാണോ, അള്ളാന്റെ ഖുർആനെ അനുസരിക്കുന്നവരാണോ? എന്നാൽ അവനവന്റെ ബാപ്പയെ സ്നേഹിക്കട്ടെ. ഉമ്മാന്റെ കഥ അല്ല പറഞ്ഞത്, ഉമ്മയുടെ കഥ അല്ല പറഞ്ഞത്, അവനവന്റെ ബാപ്പയെ സ്നേഹിക്കട്ടെ. സഹാബത്ത് വിടോ? സഹാബത്ത് ചോദിച്ചു, തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇവിടെ നിങ്ങൾ പറയാണ് ഉപ്പാന്റെ മഹത്വം പറയാൻ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഉമ്മയോടവര് മിണ്ടും, മക്കളും മിണ്ടും, സംസാരിക്കും, ഒക്കെ ചെയ്യും. ഒരു കാലഘട്ടത്തിന്റെ മക്കൾ അവരുടെ ബാപ്പയോട് മിണ്ടാറില്ല. ഈ കാലഘട്ടത്തെ പറ്റിയല്ലേ ഈ ഇരിക്കണ എന്റെ ഉപ്പമാരോട് ചോദിക്കാൻ. നമ്മുടെ 6 വയസ്സുള്ള 7 വയസ്സുള്ള എത്ര മക്കൾ നമ്മളോട് മിണ്ടും? എത്ര മക്കൾ മിണ്ടും? കുറവാ. വാപ്പയെ കണ്ടാല് ഒരൊറ്റ ഓട്ടാൻ, പിന്നെ പരിസരത്തുണ്ടാവൂല. അതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്, മർമ്മപ്രധാനമായ വിഷയമാ. ഉമ്മാന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുന്ന മക്കളുടെ എണ്ണം കൂടുതലാണ്. ഉമ്മയോട് സന്തോഷത്തോടെ കാര്യങ്ങൾ പറയുന്നവർ കൂടുതലാ. ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമുണ്ടല്ലോ, വായ്ക്ക് രുചിയോടുകൂടി കഴിച്ചുകൊണ്ട് കടന്നു വരുമ്പോ പടച്ചവനെ, ഈ മക്കള് വിചാരിക്കുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ബാപ്പയുടെ വിയർപ്പിന്റെ ഗന്ധം ഈ ഭക്ഷണത്തിലുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന എത്ര ഉപ്പമാരും സങ്കടത്തിലാ. എത്രയോ ഉപ്പമാര് കരയുന്നവരുണ്ട്, കണ്ണീര് വരാതെ മനസ്സ് പൊട്ടിയിട്ട് കരയുന്നവരുണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാ, ഉപ്പാനെ ഉമ്മാനെ നിങ്ങൾ ബഹുമാനിക്കാതെ കടന്നു പോയാൽ പടച്ച റബ്ബേ, ഇവിടെ ഇന്ന് കടന്നു വന്നപ്പോ ഒരുപാട് ചെറുപ്പക്കാർ ദുആരക്കുന്നുണ്ടല്ലോ, ഈ മഖാമിൽ വന്നവരുണ്ടല്ലോ, ഇവിടത്തേക്ക് വന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടല്ലോ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണോ? ഈ ശുഹദാക്കളും നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പാണോ? നിങ്ങൾക്ക് എന്തുറപ്പാണ് എന്റെ ചെറുപ്പക്കാരാ ഉള്ളത്? നിങ്ങളുടെ വീടിന്റെ കത്തട്ടിലുള്ള പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നിങ്ങളെ കാരണം സങ്കടപ്പെട്ടാൽ വല്ലാഹി ഇന്ന് ഇവിടെ ഉള്ള ഏതൊക്കെ മക്കാമില് കടന്നു പോയാൽ, ഏണിയാടിയിലുള്ള ഈ പ്രിയപ്പെട്ട ശുഹദാക്കളുടെ ചാര വന്നാലോ, മാലിക് ദീനാർ തങ്ങളുടെ ചാരത്തേക്ക് പോയാലോ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഔലിയാക്കളുടെ മഖബറകളുണ്ടല്ലോ. ഇനി ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, അത്രയും മഖാമുകളുടെ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്താൽ ഒരു അല്ലാഹുവിന്റെ ഒരു വലിയ പോലും നിന്നെ സ്വീകരിക്കില്ല. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് ഒരു ഖുലാ ഗോത്രത്തിൽപ്പെട്ടൊരു സ്വഹാബി വരികയാ. വന്നുകൊണ്ട് പറയുന്നു, നബിയേ, സല്ലൈതു സ്വലവാത്തൽ ഖംസ് വഅദ്ദൈതു സക്കാ
وصمت رمضانا وقمت لياليا. മദീനയുടെ മണിമുത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയാട്, ലോകത്തിന്റെ തിരുദൂതരേ, ഒരു ളുഹർ മുടക്കിയിട്ടില്ലല്ലോ, ഒരു അസ്ർ മുടക്കിയിട്ടില്ലല്ലോ, ഒരു ഇശാ മുടക്കിയിട്ടില്ലല്ലോ, നല്ലതുപോലെ നിസ്കരിച്ചു കൊണ്ട് വരുന്നല്ല നബിയേ, അതും കഴിഞ്ഞിട്ടില്ല. വഅത്തൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുത്ത് വീടുന്നുണ്ട് നബിയേ. വസുംതു റമളാന, പുണ്യങ്ങളുടെ പൂക്കാലമായാല് പരിശുദ്ധമായ റമളാൻ എന്ന് വന്ന നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വരുന്നുണ്ട് നബിയേ. വഖുംതു ലയാലിയാ, ആ നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറുന്നതിന് മുമ്പ് പടച്ചവന്റെ പരിശുദ്ധമായ പവിത്രമായ പള്ളിയുടെ അകത്തട്ടിലേക്കൊന്ന് കടന്നിരുന്നിട്ട് നല്ലതുപോലെ നിസ്കരിക്കാറുണ്ട് നബിയേ, നോമ്പ് നോക്കാറുണ്ട് നബിയേ, നല്ലതുപോലെ മുന്നോട്ട് പോകാറുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഞാൻ നിസ്കരിച്ചു നോമ്പ് നോറ്റ് സ്വതക്ക ചെയ്തിട്ട് ഞാൻ അങ്ങ് മരിച്ചാൽ എന്റെ വാസസ്ഥലം എവിടെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്, കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയീന വസ്സുദ്ദീഖീന. സ്വഹാബത്ത് കിടക്കുന്ന പരിശുദ്ധമായ സ്വർഗത്തിന്റെ സന്തോഷത്തിലൂടെ നിനക്ക് കടന്നു പോകാമെന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ട് നിർത്തിയില്ല. ഇത് പറയുമ്പോ ഫതബസ്സമർ റജുൽ, ഈ ചെറുപ്പക്കാരനങ്ങ് ചിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയാ, മാലം യഅഖ വാലിദൈ, നബി തങ്ങൾ പറയാ, ശ്രദ്ധിക്കണേ എന്റെ എല്ലാ യുവാക്കളും പ്രത്യേകം കേൾക്കുക. എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോട് എനിക്കൊരു വെറുപ്പില്ല, നിങ്ങളെ കടുപ്പിക്കാനേ നോക്കുള്ളൂ. പൊന്നാര മോനെ, ഇത്രയും നിസ്കരിച്ച് നോമ്പ് നോറ്റ് സ്വതക്ക ചെയ്ത് സക്കാത്ത് എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വിട പറഞ്ഞാൽ ഞാൻ എവിടാ ഇല്ലേ? അപ്പൊ പറഞ്ഞു, മോനെ നല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലാണ്. അപ്പൊ ചിരിച്ചപ്പോ പറഞ്ഞു, നിന്റെ ഉപ്പയെ നിന്റെ ഉമ്മയെ നീ വെറുപ്പിക്കാത്ത കാലത്തോളം വേണ്ട വർത്താനം പറയണ്ട, അവരുടെ മുഖത്തേക്ക് ദേശത്തിന്റെ ഒരു നോട്ടം മതി. അതുവരെ ചെയ്ത എല്ലാ അമലും അള്ളാഹു പൊളിച്ചു കളയുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്തായി, ഇത് എന്റെ ഉമ്മ ബാപ്പയല്ലേ, ശരിയാ, എനിക്കെന്തും പറയാൻ പറ്റൂല, നിനക്കെന്തും പറയാ ഉള്ളതല്ല നിന്റെ ഉമ്മയും ബാപ്പയും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതൊന്ന് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാപ്പയോട് മക്കൾ പറയും, ബാപ്പ എനിക്ക് സമയമില്ല, നിങ്ങൾ അവിടെ പോയിട്ട് വാ, അതൊന്ന് കൊണ്ടു കൊടുത്തോ. ഉമ്മാനോട് പറ, ഉമ്മ അത് ചെയ്തോ ഇത് ചെയ്തോ, അങ്ങനെ പോക്കോ ഇങ്ങനെ പോക്കോ. എന്റെ പൊന്നാര കൂട്ടുകാരാ, ഈ സാധുക്കളോട് നിങ്ങൾക്ക് പറയാൻ എന്ത് അധികാരമുള്ളത്? എന്റെ യുവാക്കളെ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഊരിയിട്ടിട്ട് ഉമ്മ വന്ന് അലക്കിയിടാൻ ഒരു മകനിക്കും പറയാനുള്ള അധികാരമില്ല, ഒരു മകനിക്കും പറയാനുള്ള ഒരു അധികാരമില്ല. ഏത് മകനിക്ക് അധികാരമുള്ളത്? ഉമ്മയോട് പറയാണ്, ഉമ്മ ഞാൻ പോയി വരുമ്പോ അതൊന്ന് ചെയ്യണം പറഞ്ഞേക്കരുത്. ഉമ്മയോട് കൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, കഴിയില്ല. അപ്പൊ അതെന്ത് പറച്ചില്ല അവസ്ഥ? നമ്മളല്ല ഇത്ര നാള് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തില്ല? റബ്ബിന്റെ ഭാഗത്തിന് ഒരു അനുവാദമില്ല. പൊന്നാര കൂട്ടുകാര, എത്രയൊക്കെ നിസ്കരിച്ച്, ഞാൻ പറഞ്ഞത് ഹജ്ജ് കഴിഞ്ഞിട്ട് വരുന്നൊരു മനുഷ്യൻ നേരെ ഏണിയാടി നാട്ടിലേക്ക് വന്നു. ഈ നാട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ കയറിയപ്പോ വാപ്പ ഇങ്ങനെ ഇരിപ്പുണ്ട്. വാപ്പ ചോദിക്കുന്നു, മോനെ എവിടേക്കാടാ നീ പോകുന്നത്? ഇവനൊരു നോട്ടം നോക്കി വാപ്പയോട്, വാപ്പന്റെ മുഖത്തേക്ക് നോക്കി. എപ്പോഴാ വന്നത്? ഒരൊറ്റ നോട്ടേ നോക്കിയുള്ളൂ. ഹജ്ജല്ല, ഉള്ള വട്ട പൂജയായിരിക്കും, ഒന്നും ഉണ്ടാവൂല. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഉപ്പാന്ന് പറഞ്ഞ ഒരു യന്ത്രമാക്കിയും കണ്ടു അല്ലേ? വാപ്പയെ ഒരു യന്ത്രമാക്കി നമ്മൾ കണ്ടിട്ടുണ്ടോ? പൊന്നാര മോനെ, സങ്കടമാണ്. എന്തിനേറെ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോടൊരു ചോദ്യമാണ്. സ്വഹാബാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നത്? അവര് പറഞ്ഞു 10 മാസമാണ്.
എന്നാ ബാപ്പ എത്ര മാസം നിങ്ങൾ ഗർഭം ചുമന്നു? ഇത് കേട്ട സ്വഹാബത്ത് ചിരിച്ചു. ബാപ്പ ഗർഭം ചുമക്കുകയോ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഉമ്മ ഗർഭം ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ. ബാപ്പ ഗർഭം ചുമക്കുകയോ? സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ പടച്ചവനെ സ്വഹാബാക്കൾ ചിരിക്കുമ്പോ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ കരഞ്ഞിട്ട് പറയാ, ഉമ്മ 10 മാസമാണ് ഗർഭം ചുമന്നുകൊണ്ട് നടന്നതെങ്കിൽ ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരാൺകുട്ടിയാണോ? ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ വളർന്നു വരുന്നൊരു സമയമുണ്ടല്ലോ. ആ ഒരു സമയം മുതൽ അവനെ പ്രസവിച്ച് പോറ്റി വളർത്തി സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ 20 കൊല്ലവും 22 കൊല്ലവും 23 കൊല്ലവും എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നത്, നിന്നെ ഗർഭം ചുമക്കുന്നത് അത് നിന്റെ ബാപ്പയാണ് മോനെ. സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ നിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയാണല്ലോ. 20 വയസ്സ് വരെ, 22 വയസ്സ് വരെ, 23 വയസ്സ് വരെ മക്കള് സ്വന്തം കാലിൽ നിൽക്കുന്നവർ വരെ കൊണ്ടു നടക്കുന്നത് ബാപ്പയാണല്ലോ. ഇന്നാ ബാപ്പ വയസ്സായല്ലോ, ശരീരം ചുക്കുചുളഞ്ഞല്ലോ, കൈയുടെ ആരോഗ്യം പോയല്ലോ, കാലിന്റെ ആരോഗ്യം പോയല്ലോ. വീടിന്റെ അകത്തട്ടിലിരിക്കുമ്പോ മക്കള് സ്വന്തമായിട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന മക്കള് വീടിന്റെ ഉള്ളിലുള്ള ബാപ്പയോട് മിണ്ടാറുണ്ടോ? ഉമ്മയെ ഫോണിൽ വിളിച്ചല്ലോ പല പ്രാവശ്യം, ഉമ്മാനെ ഫോണിൽ വിളിച്ചല്ലോ പല പ്രാവശ്യം, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഫോണിൽ വിളിച്ചല്ലോ. നിങ്ങളുടെ ഉപ്പാക്ക് ഫോണില്ലാത്തത് കൊണ്ടാണോ? അവരുടെ കയ്യിലുമുണ്ട് ചെറുപ്പക്കാരാ ഒരു ഫോണ്, അവർക്കും നമ്പർ കുത്താനറിയാ, അവർക്കും വിളിക്കാനറിയാ. നിങ്ങൾ വിളിച്ച കോള് അറ്റൻഡ് ചെയ്യാ ഉപ്പാക്കറിയാ. ഇന്ന് ഏത് ആൺമക്കളാണ് ബാപ്പയെ വിളിക്കുന്നത്? ഉപ്പാ നിങ്ങൾക്ക് സുഖമാണോ? എവിടെങ്കിലും പോകണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉപ്പാന്റെ ഫോണിലേക്ക് വിളിക്കുന്ന മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വിരലിലെണ്ണാവുന്ന മക്കളാണ്. ആ പാവങ്ങള് നേരം വെളുത്തിട്ടു പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ അസ്സലാത്തു ഖൈറും എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേട്ട ആ സമയമുണ്ടല്ലോ, ആ സമയം മുതൽ അവർ ചാടി എഴുന്നേക്കുകയാ. ഇന്നല്ലേ പ്രവാസ ലോകമൊന്ന് ഉഷാറായി വന്നത്, ഇപ്പോഴല്ലേ പ്രവാസ ലോകത്തേക്ക് ആളുകൾ പോയി തുടങ്ങിയത്. പണ്ടുള്ള ഉപ്പമാര് പാടത്തും പറമ്പത്തും ജോലി ചെയ്ത തഴമ്പുകള് നിങ്ങൾ പിടിച്ചു നോക്കന്റെ സഹോദരാ, നിങ്ങളുടെ ബാപ്പയുടെ കൈകളിൽ ഉണ്ടാകുമല്ലോ. അത് ബാപ്പയുടെ ഒരു വയറു നിറക്കാനല്ല കൂട്ടുകാരാ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ മക്കളൊന്ന് പനിച്ചാൽ, എന്റെ മക്കളൊന്ന് പനി വിട്ടുപോയാൽ നേരം വെളുത്ത് എഴുന്നേറ്റ് പോയ ഉപ്പക്ക് കിട്ടിയത് 500 രൂപയാ. വൈകുന്നേരം വരുമ്പോ ഉമ്മ പറയുന്നു മോന് പനിയാ. നേരം വെളുത്തിട്ട് രാപ്പകലില്ലാതെ എരിപരി കൊള്ളുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് പാടത്തും പറമ്പത്തും പണിയെടുത്ത് ജോലി ചെയ്ത ആ പാവപ്പെട്ട ഉപ്പാക്ക് വെറുപ്പില്ലല്ലോ. കിട്ടിയ 500 രൂപയെടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. അതായത് മോനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, ഒന്ന് കൊണ്ടുപോകുമോ? നിന്റെ ഉപ്പ അവിടെ നിന്ന് പറയുന്നു, എന്നാ ഒന്ന് നിക്ക്, ഞാനൊന്ന് കുളിച്ചു വരട്ടെ, ഒന്ന് കുളിച്ചിട്ട് വരാം, ശരീരം മുഴുവനും അഴുക്കും ചെളിയും മണ്ണുമാണല്ലോ, ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉപ്പ അവിടെ നിന്ന് വാരിയെടുക്കുന്നല്ലോ. ഇന്നല്ലേ വാഹന സൗകര്യം വന്നത്, ഇന്നല്ലേ കാറുകൾ വീട്ടിന്റെ മുമ്പിൽ വന്നത്, ഇന്നല്ലേ ബൈക്കുകൾ വന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ 1, 2, 3 കിലോമീറ്റർ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൺമക്കളെ തോളത്തിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പ്രിയപ്പെട്ട ഉപ്പമാര് നമ്മുടെ മജ്‌ലിസിലുണ്ടല്ലോ. ഇന്നവര് കരയുന്നല്ലോ, മക്കളും മിണ്ടുന്നില്ലല്ലോ. എത്രയോ മക്കളുടെ വീടിന്റെ അകത്തട്ടില് പ്രിയപ്പെട്ട ഉപ്പയുണ്ട്, ആ ഉപ്പയോടൊരു വാക്കുപോലും ചോദിക്കാത്ത മക്കളാണ്. എന്റെ ചെറുപ്പക്കാരാ, കൂട്ടുകാരോട്
എത്രയോ നേരം വർത്തമാനം പറഞ്ഞവരല്ലേ നിങ്ങള്. ഇന്നലെ കണ്ട കൂട്ടുകാരനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നലെ കണ്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ചെറുപ്പക്കാരാ. മോനെ, നിന്നെ ജീവനോട് ജീവന്റെ ജീവനായി കൊണ്ടു നടന്ന നിന്റെ ഉപ്പ ഏണിയാടി വീടിന്റെ തട്ടിൽ സങ്കടത്തിലിരിക്കുമ്പോ ഓടി വന്നിട്ട് ഉപ്പ എന്ന് പറഞ്ഞൊരു സലാം പറയാ നിനക്ക് മനസ്സുണ്ടോ ചെറുപ്പക്കാരാ? അവര് നീ കടന്നു പോകുമ്പോ നിന്നെ നോക്കിയിട്ട് അവരിയ്ക്കുന്നല്ലോ, എന്നിട്ട് പോലും ആ ഉപ്പയോടൊന്ന് വർത്തമാനം പറയാ നിനക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒരു വീട് ജയിലാണ് സ്വഹാബാ. അത് ഏത് വീടാണെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതേത് വീടാണ്? മക്കള് മിണ്ടാതെ ഉപ്പ വീടിന്റെ ഉള്ളിലുണ്ടോ? പ്രിയപ്പെട്ട വാപ്പ വീട്ടിലുണ്ട്, ആ ഉപ്പയോട് മിണ്ടാത്ത മക്കളാണോ? ആ വീട് ജയിലാണ് സ്വഹാബാ. ജയിലിന്റെ ഉള്ളിൽ കഴിയുന്നവരോട് ആരെന്ത് പറയാനാ, ആരെന്ത് സംസാരിക്കാനാ, ആരെന്ത് മുന്നോട്ട് പോകാനാ? മോനെ, നിന്റെ ഉപ്പ ഒന്ന് സുഖമില്ലാതെ കിടന്നാല് നിന്റെ വയസ്സായ ഉമ്മയോട് പറയുന്നു, ഉമ്മ നിങ്ങളൊന്ന് പോകോ ഉമ്മ, ഒന്ന് കുളിപ്പിക്കോ ഉമ്മ, ഒന്ന് ഭക്ഷണം കൊടുക്കോ ഉമ്മ. നിനക്കെന്തേ അവരെ കുളിപ്പിച്ചാല്, നിനക്കെന്തേ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ വായിലേക്ക് ഒരുള്ള ഭക്ഷണം എടുത്ത് വെച്ച് കൊടുത്താല്, നിങ്ങളെ എത്രയോ ചുമന്നുകൊണ്ട് നടന്നവരാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ. അവരെ മറക്കുന്ന മക്കളാണോ? നിങ്ങൾ എത്ര മക്കാമിന്റെ ചാര പോയി, എത്ര ശുഹദാക്കളുടെ ചാരത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളവർ അംഗീകരിക്കൂല. ഉമ്മാനെ ബാപ്പാനെ ബഹുമാനിക്കാത്ത ആദരിക്കാത്ത മക്കളാണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു വേട്, അനബരീ, ഞാൻ അവനെ ഒഴിവാക്കിയെന്നാ അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയാ പിന്നെ ആരാ നമുക്കുള്ളത്? നബി തങ്ങൾ ഒഴിവാക്കിയാ പിന്നെ ശുഹദാക്കൾ ഒഴിവാക്കില്ലേ? ഔലിയാക്കൾ ഒഴിവാക്കില്ലേ? പ്രിയപ്പെട്ടവർ ഒഴിവാക്കില്ലേ? എത്ര ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യമാണ് മോനെ നിനക്കുള്ളത്? അതുകൊണ്ട് ഏണിയാടി മഖാമിന്റെ ഈ ഉറൂസിന്റെ ഭാഗത്തായി നിങ്ങൾ കടന്നു വരുമ്പോ എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു പോവുകയാണ്, നന്മ ചെയ്തോ, നിന്റെ ബാപ്പയുടെ അരികത്തേക്കൊന്ന് കടന്നു പൊക്കോ, സന്തോഷത്തിന്റെ വഴികളിലൂടെ പൊക്കോ. നമ്മുടെ സയ്യിദവറുകൾ ഈ മജ്ലിസിലേക്ക് വരുന്നുണ്ടല്ലോ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അധികം ഒന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ ഒരു പൊരുത്തത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം റാഹത്താക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ വീടിന്റെ പരിസരത്തുള്ളവർ, നിന്റെ അയൽവാസികൾ, അവരെ സ്നേഹത്തോടെ കാണുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു വഴിയിലൂടെ നീ മുന്നോട്ട് പോയാൽ നിനക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു ആദരവായി നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അൽഹംദുലില്ലാഹ് ഒരുപാട് മജ്ലിസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്. അള്ളാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കാലം നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ, നമുക്ക് ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്ക് അള്ളാഹു തആല ഖൈറും ബറക്കത്തും ഇസ്സത്തും സന്തോഷവും സമാധാനവും ഒക്കെ അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ രക്കണം, നിങ്ങളുടെയൊക്കെ ദുആയിലാണ് നമ്മുടെ വിജയം ഇൻഷാ അല്ലാഹ്. ബാക്കി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നിങ്ങളോട് ഉപദേശങ്ങളൊക്കെ നൽകും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.